ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ ഏറ്റവും വലിയ മാളായ ചൈന മാളിലേക്കാണ്. ഇത് ഡ്രാഗൺ മാളെന്നും കൂടി ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് ചൈനക്കാരെ മാളാണെന്ന്. പക്ഷേ ചൈനക്കാർ മാത്രമല്ല, ഇവിടെ കുറേ മലയാളികളും ഉണ്ട്. അപ്പോൾ ഈ മാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു മാളാണിത്. നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഫുള്ള് കാണാനും നമുക്ക് പിന്നെ ഒരു കുടക്കീഴിലെല്ലാം കിട്ടുമെന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ. നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഇവിടെ സാധനങ്ങൾ വാങ്ങാം. അതുപോലെ തന്നെ നല്ല തിരക്കാണ്. പിന്നെ ചൈനീസ് കൂടുതലും ചൈനീസ് ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല നല്ല എന്താ ഐറ്റംസും കാര്യങ്ങളൊക്കെ മാളിൽ കിട്ടും നമുക്ക്. പിന്നെ ചീപ്പ് റേറ്റേ ഉള്ളൂ ആണ് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ അധികം ആൾക്കാരൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചൈന മാൾ. അപ്പം ഞാനും ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരും. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടുന്ന് വാങ്ങിപ്പോകാം, കാരണം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഞാനപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോസൊന്നും ഈ ഒരു മാളത്തെ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ വീഡിയോ ലെങ്ത്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും കാണിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാൻ പോയ ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് കിഡ്സിൻ്റെ ഷോപ്പിലാണ് ഞാൻ ഫസ്റ്റ് കയറിയിട്ടുള്ളത്. അപ്പോൾ മോൾക്ക് അവിടെ കുറേ ഡ്രസ്സൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി വന്നത് ഇവിടെയാണ് എനിക്ക് വരേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് ഇങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗാർഡൻസ്, ഫ്ലവേഴ്സ് അങ്ങനെയുള്ള പല ഐറ്റംസുള്ള ഒരു ഷോപ്പാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെറിയ റേറ്റേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സിനും പിന്നെ ഇപ്പം ഗ്രാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരുപാടൊന്നും വാങ്ങുന്നില്ല, എന്നാലും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടായിന്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ വന്ന് നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും ഈ ഒരു ചൈന മാളിലേക്ക് വന്നാൽ മതി. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷനൊക്കെ നോക്കാം. പക്ഷേ ഞാനും അധികം അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാത്ത ആളാണ്. അധികം എന്നല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മളധികം ചീപ്പ് റേറ്റിനൊക്കെ കിട്ടുന്ന ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് അധികം വാങ്ങാറ്. പിന്നെ ഞാനും വിചാരിക്കും ഇത്രയൊക്കെ പൈസ കൊടുത്ത് നമ്മൾ ഈ ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങുന്നത്, ആ പൈസക്ക് നമുക്ക് വേറെ എത്ര സാധനങ്ങൾ വാങ്ങാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ബ്രാൻഡഡ് മാത്രം യൂസ് ചെയ്യുന്ന ഭയങ്കര ക്രേസുള്ള അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും വില കൊടുത്താൽ നിങ്ങൾ ഈ ഡ്രസ്സായാലും ഷൂസായെങ്കിലും പിന്നെ വാച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങും. പിന്നെ ഹാൻഡ് ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ബ്രാൻഡഡൊക്കെ നോക്കി നല്ല വിലയും കൊടുത്ത് വാങ്ങുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ എന്തിനായിരിക്കും ഇങ്ങനെ വാങ്ങുന്നത്? കാണാൻ വലിയ ഇത് മോഡൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു സിമ്പിളായിരിക്കും സംഭവം. അപ്പോൾ അവർ പറയും ഇതൊക്കെ ഇട്ട് പോയാൽ ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നല്ല നിലയും വിലയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയും. അപ്പം ഞാനും വിചാരിക്കാറുണ്ട് പിന്നെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു നിലയും വിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രാൻഡായിട്ട് ഇങ്ങനെ പോകണോ? അതല്ല, നമ്മളൊരു മനുഷ്യന്മാരെ എന്താ പറയില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത് അവരെ നമ്മൾ ക്യാരക്ടറൊക്കെ നോക്കി അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ആൾക്കാരെ ഒരു വിലയിരുത്തൽ അങ്ങനെയല്ലേ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് വേറൊരാളെ ബ്രാൻഡ് എന്തിനാണ് ഇപ്പോൾ നമ്മളിട്ട് അവരെത്രയും വലിയ ഫേമസ് ആക്കുന്നത് എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പോട്ടെ. എന്തായാലും ഞാൻ എത്രയും ബ്രാൻഡഡ് കൊടുത്ത് വാങ്ങാനുള്ള കാശുണ്ടെങ്കിലും അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങാറുമില്ല, ഞാൻ ഉപയോഗിക്കാറുമില്ല. പിന്നെ നമുക്കിതുപോലെ എത്ര ബ്രാൻഡഡ് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ കുറച്ച് കാലമല്ലേ, എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പുതിയ എന്തെങ്കിലും ട്രെൻഡ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാറും. അപ്പോൾ ഇത് ഇത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങിയത് ഇങ്ങനെ നമുക്കത് കളയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാരണം കൊണ്ട് ഞാൻ വിചാരിക്കും ഈ ചെറിയ റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിയാൽ നമുക്കത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കളയുമ്പോൾ അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. എന്തായാലും കുറച്ച് ഉപയോഗിച്ചില്ലേ, പിന്നെ ഇതിന് ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ എന്നുള്ള ആ ഒരു തോന്നലായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് പല നല്ല മോഡൽസൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചീപ്പ് റേറ്റിനുള്ള സാധനങ്ങളൊക്കെ നല്ല മോഡൽസും പുതിയ അങ്ങനെ വലിയ ക്വാളിറ്റി കുറഞ്ഞ സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ പിന്നെ ചെറിയ റേറ്റിലൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ബ്രാൻഡഡ് അല്ലെങ്കിലും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചിലവർക്ക് ഭയങ്കര ഇങ്ങനെ ബ്രാൻഡഡോടൊക്കെ ക്രേസുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളെ വരവിനനുസരിച്ച് ഇങ്ങനെ ചിലവാക്കി പോയാൽ
നമുക്ക് പിന്നെ ഭാവിയിൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകും. അതെല്ലാം ഇങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ നല്ല ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങി അനാവശ്യമായി ഇങ്ങനെ ക്യാഷ് കളയുന്ന കാര്യത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾക്ക് ഫാമിലിയിൽ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലപ്പോഴും കുറച്ച് വില കൂടിയ സാധനങ്ങളൊക്കെ എടുക്കുന്ന അങ്ങനെ അതിനൊന്നും ഞാനെതിര് അങ്ങനെ ചെയ്യാത്ത ആളൊന്നുമല്ല. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു ടോയ്സ് വരെ നമ്മളങ്ങനെ ബ്രാൻഡഡൊക്കെ നോക്കി വാങ്ങുന്ന അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. അങ്ങനെ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രാഗൺ മാളിൻ്റെ അകത്തുനിന്ന് എനിക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്രാൻഡഡ് ഐറ്റംസോട് ക്രേസുള്ള ആൾക്കാരാണോ, അതല്ല എന്നെപ്പോലെ ഇങ്ങനെ ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.